നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ മകരക്കൂറിൻ്റെ പുതുവർഷ ഫലങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം നക്ഷത്രം, അവിട്ട നക്ഷത്രത്തിൻ്റെ പൂർവാർദ്ധം അഥവാ ആദ്യത്തെ 30 നാഴിക. ഇതാണ് മകരക്കൂറ്. 2025 പൊതുവെ ഉണ്ടാകുന്ന അനുഭവഫലങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനെപ്പോഴും കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ 9 കൂറിൻ്റെയും കഴിഞ്ഞു. ഈ 9 കൂറിൻ്റെ കാര്യം പറയുമ്പോഴും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ വ്യക്തിക്കും ഓരോ ജാതകങ്ങളുണ്ട്. അതിൽ ദശ ഉണ്ടാവും, അപഹാരം ഉണ്ടാവും, ഛിദ്രം ഉണ്ടാവും. ഇതൊക്കെ നോക്കണം. പിന്നെ ഇവിടെ പറയണത് രാഹുകേതുമാറ്റം, വ്യാഴമാറ്റം, ശനിമാറ്റം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ വർഷം വരാവുന്ന അനുഭവത്തിൽ വരാവുന്ന കാര്യങ്ങളുടെ കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കണം, അഷ്ടവർഗം നോക്കണം. ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ക്രോഡീകരിച്ച് ഗുണമോ ദോഷമോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമാണ് ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേരാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ മുൻപത്തെ എപ്പിസോഡ് കാണാത്ത ആൾക്കാരൊക്കെ അത് കാണുക. കുറേ കാര്യങ്ങൾ അതിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആവർത്തന വിരസത വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും അത് ആവർത്തിച്ച് പറയാത്തത് കേട്ടോ. ഈ മകരക്കൂറുകാർക്ക് വ്യാഴം 2025 മെയ് 14 വരയ്ക്ക് 5 സഞ്ചരിക്കുന്ന സമയമാണ്. വ്യാഴം 5 പൊതുവേ നല്ലതാണല്ലോ. അതിനുശേഷം 6 വരും. വ്യാഴമ്പഴ എന്ന് പറയും. 6-ാം വ്യാഴം ഷഷ്ഠയെ മഹാബലി ബന്ധനം എന്നാണ്. മഹാബലിക്കൊക്കെ ബന്ധനം സംഭവിച്ച സമയമാണ്. ശനി 2025 മാർച്ച് 29 വരയ്ക്ക് ചാരവശാൽ 2-ലുണ്ട്. അതിനുശേഷം ശനി ഒഴിഞ്ഞു പോവും. കാരണം 7.5 ശനി തീരുക. അത് വലിയ ഒരു ഗുണമാണ്. കാരണം ഇത്രയും കാലങ്ങളായിട്ട് കൊണ്ടു നടന്നേർന്ന ഒരു ദുരിതങ്ങളൊക്കെ ഇവിടെ മാർച്ചോടുകൂടി അവസാനിക്കുകയാണ്. അതിനുശേഷം 3-ലേക്ക് വരും. ഗോചരഭാവത്തിലേക്ക് ശനി വരുന്നുണ്ട്. രാഹു 2025 മെയ് 18 വരയ്ക്ക് 3-ല്, അതിനുശേഷം 2-ല് പിന്നിലേക്കാണല്ലോ രാഹുകേതുക്കൾ സഞ്ചരിക്കുക. കേതു 2025 മെയ് 18 വരയ്ക്ക് 9-ല്, അതിനുശേഷം 8-ലേക്ക്. അപ്പോൾ രാഹുകേതു മാറ്റം മാത്രമാണ് ഒരു ലേശം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം. എങ്കിലും ഈ വർഷം ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാധിക്യമായിട്ട് നമ്മൾ കണക്കാക്കണം. ഉയർന്ന സ്ഥാനമാന പദവികളൊക്കെ കിട്ടുക, അർഹതയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മൾ പ്രമോഷനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം ഗുണപരമാണ് കേട്ടോ. ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, പുരസ്കാരങ്ങളൊക്കെ കിട്ടുക, അംഗീകൃതമായിരിക്കുന്ന സർവകലാശാലകളിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നൊക്കെയുള്ള പുരസ്കാരങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പുരസ്കാരമൊക്കെ കൊടുക്കുന്ന വലിയ പുരസ്കാരങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ചെറിയ കാര്യങ്ങളല്ല. കർമ്മത്തിൽ ഗുണാഭിവൃദ്ധികൾ സംഭവിക്കുക, ഗൃഹപുഷ്ടി ഉണ്ടാവുക, ഗൃഹത്തിൽ അഭിവൃദ്ധികൾ, വിവാഹം കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അതെല്ലാം തടസ്സം കൂടാതെ നിറവേറുക, സന്താനം ഉണ്ടാവുക, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാവുക, ഹയർ സ്റ്റഡിയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് നല്ല കാലമാണ്. നന്നായി അധ്വാനിച്ചാൽ തീർച്ചയായിട്ടും അത് ലക്ഷ്യത്തിലെത്തും. ചിലവർക്ക് അധ്വാനിച്ചാലും ലക്ഷ്യത്തിലെത്താത്ത പ്രശ്നമാണ്. അത് ഗ്രഹപ്പഴ കൊണ്ടാണ്. അപ്പോൾ ആ ഗ്രഹപ്പഴയൊക്കെ തീരുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പോലെയുള്ള കാര്യങ്ങൾ, പുണ്യസ്ഥല ദർശനം, പുണ്യക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. പിന്നെ വർഷാവസാനത്തേക്ക് അങ്ങനെ എത്തുമ്പോൾ ഈ 6-ാം വ്യാഴം കുറേശ്ശെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് തുടങ്ങും. മധ്യതിരക്കാലത്തിലൊക്കെ വ്യാഴം വരണൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എന്തുണ്ടാവും? വാഹന ഭയങ്ങൾ, ശസ്ത്രക്രിയ, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, സ്ഥാനചലനങ്ങൾ, അതൊക്കെ വർഷാവസാനത്തേക്കേ ഉള്ളൂ കേട്ടോ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ കാലഘട്ടങ്ങളിലേക്കാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ജാതകമൊക്കെ ഒന്ന് നോക്കുക. അവനൻ്റെ ദശയൊക്കെ മോശമാണെന്ന് വെച്ചാൽ വളരെ പ്രയാസം ഉണ്ടാവും. പോലെ ശനി ദശയോ കേതുവിൻ്റെ ദശയോ ചൊവ്വയുടെ ദശയോ കുജരാഹു സന്ധിയൊക്കെ ആണെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇപ്പോഴേ നോക്കിയിട്ട് മനസ്സിലാക്കണം. ധനദുർവ്യയാദികൾ, ആലസ്യം, അലസത, കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലച്ചിൽ വേണ്ടി വരിക, കാര്യപ്രതിബന്ധങ്ങൾ, എന്ത് കാര്യം നോക്കിയാലും നടക്കാണ്ട് വരിക, സ്വജനവിരോധങ്ങൾ, സ്വജനാദികളിൽ നിന്നുണ്ടാകുന്ന വിരോധങ്ങൾ, ബന്ധുക്കൾ അകലുക, നല്ല ബന്ധത്തിലിരിക്കുന്ന ആൾക്കാരായിട്ട് വെറുതെ മുഷിയേണ്ട സാഹചര്യം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഫലമായിട്ട് അവസാനത്തേക്ക് ഞാൻ പറഞ്ഞു സെപ്റ്റംബർ മുതൽ അങ്ങോട്ടാണ് അതിൻ്റെ ഒരു 4-5 മാസത്തോളമാണ് അതിൻ്റെ ഒരു കാലാവധി. ഇതെല്ലാം കൂടി ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനാണ് പറഞ്ഞത് അവനവൻ്റെ ജാതകം പരിശോധിക്കണം. അത് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഷഷ്ഠേ മഹാബലി ബന്ധനം എന്നാണ്. 6-ാം വ്യാഴമൊക്കെ വരികയല്ലേ. മഹാബലിക്ക് ബന്ധനം സംഭവിച്ചു. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നല്ലേ സങ്കല്പം. നമ്മളാരും കണ്ടിട്ടുള്ളതല്ല, പുരാണങ്ങളാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും ഉണ്ടാവും. കാരണം പഴഞ്ചൊല്ലിൽ പതിരില്ല പറഞ്ഞ പോലെ
പഴയതിനൊക്കെ വീര്യം കൂടുമല്ലോ, പഴയ വീഞ്ഞിനല്ലേ വീര്യം കൂടുക. അപ്പോൾ അതുപോലെ അതൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ട് ചിലപ്പോൾ ആചാര്യൻ പറഞ്ഞതായിരിക്കണം. 1000 യാഗത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടായിട്ടും അത്രയും പുണ്യം ഉണ്ടായിട്ടും അയാളുടെ കാലം ദോഷമായപ്പോഴാണ് അയാൾക്ക് എന്തുണ്ടായത്, പാതാളത്തിലേക്ക്, അതായത് അധപ്പതനം ഉണ്ടായത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ സാധാരണ നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നതിനെ ഉപമിക്കാനാണ് വലിയ വലിയ ആൾക്കാരൊക്കെ വിക്രമാദിത്യ മഹാരാജാവ്, ശ്രീരാമൻ, രാവണൻ, ബാലി, അതുപോലെ തന്നെ മഹാബലി, ഇവരുടെ കഥയൊക്കെ പറയാം, ബ്രഹ്മാവ്, ഇവരുടെ കഥയൊക്കെ പറയണത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ ഇങ്ങനെ കേട്ട് വെറുതെ ഈ ചെവി കൂടെ കേട്ടൊരു ചെവി കൂടെ വിടണം എന്നല്ല, അങ്ങനെയല്ല. അതിന് പ്രാധാന്യമുണ്ട്, അനുഭവത്തിൽ വരാൻ കൂടുതൽ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഏത് ദശയാണെങ്കിലും അപകാരമാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മളതിനെ ബാധിക്കാണ്ട് പോവില്ല. അപ്പോൾ ജാതകമൊക്കെ നോക്കി കൃത്യമാക്കി മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങളൊക്കെ ഉത്തമ ദൈവജ്ഞനിൽ നിന്നും സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് എല്ലാവരോടും വിട പറയുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.